ഞായറാഴ്ച ചേർന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കാൻ രാജ്ഭവൻ. ഇതോടെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ വീണ്ടും പ്രാബല്യത്തിൽ വരും. രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെയും ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെതിരെയും നടപടി ഉണ്ടായേക്കും. രാജ്ഭവൻ തീരുമാനം ഉടൻ വന്നേക്കും. വാർത്തയുടെ വിവരങ്ങളുമായി ശാലിനിയാണുള്ളത്. ശാലിനി, സസ്പെൻഷൻ ഒഴിവാക്കാൻ പല രീതിയിലുള്ള നീക്കങ്ങൾ രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നു. എന്നാൽ അതിനെതിരെ പൂഴിക്കടക്കാനാണ് രാജ്ഭവൻ പുറത്തെടുക്കുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? കൃത്യമായ നിലപാട്, വ്യക്തമായ നടപടികൾ, അതാണിപ്പോൾ രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഇന്നലെ ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചാൻസലർ എന്ന പദവി അദ്ദേഹം കൃത്യമായി വിനിയോഗിക്കുകയാണ് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യപ്രകാരം കേരള സർവകലാശാല ആസ്ഥാനത്ത് ഞായറാഴ്ച അവധിയായിരുന്നിട്ട് പോലും ഒരു സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. ആ സിൻഡിക്കേറ്റിൽ പ്രധാനപ്പെട്ട അജണ്ട എന്നുണ്ടായിരുന്നത് പിറ്റേ ദിവസം, അതായത് തിങ്കളാഴ്ച ഇന്നലെ ഈ കേസ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോൾ എന്ത് സത്യവാങ്മൂലം സർവകലാശാലയും ഒപ്പം തന്നെ സിൻഡിക്കേറ്റിന്റെ ഭാഗത്ത് നിന്ന് നൽകണമെന്നുള്ള തീരുമാനമെടുക്കാനായിരുന്നു ആ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരുന്നത്. പക്ഷേ ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ അജണ്ടയ്ക്ക് അപ്പുറത്ത് നിന്ന് ഒരു വിഷയം കൊണ്ടുവരിക, ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് ഏകകണ്ഠമായി അല്ലെങ്കിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചേർന്നുകൊണ്ട് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദ് ചെയ്യുക, ആ റദ്ദ് ചെയ്ത നടപടി കോടതിയെ പിന്നീട് അറിയിക്കുക, സർവകലാശാലയുടെ VC കൂടിയായിട്ടുള്ള താൽക്കാലിക VC സിസ തോമസിന്റെ എതിർപ്പ് പോലും മറികടന്നുകൊണ്ട് അവരുടെ അഭാവത്തിൽ അത്തരത്തിലൊരു തീരുമാനം എടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ വിവരണമായി, കൃത്യമായ റിപ്പോർട്ടായി രാജ്ഭവന്റെ മുൻപാകെ എത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാജ്ഭവൻ കടുത്ത നിലപാടിലേക്കും നടപടികളിലേക്കും കടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ സ്വകാര്യ അഭിഭാഷകൻ മുഖേനയും ഒപ്പം തന്നെ രാജ്ഭവന്റെ അഭിഭാഷകൻ മുഖേനയും നിയമോപദേശം ഈ വിഷയത്തിൽ ഗവർണർ തേടിയിരുന്നു. ഈ തേടിയ നിയമോപദേശം കൃത്യമായി തന്നെ വിനിയോഗിക്കാനാണ് ഇപ്പോൾ രാജ്ഭവൻ ഒരുങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഞായറാഴ്ച ചേർന്ന ഈ നിയമസാധുത ഇല്ലാത്ത സിൻഡിക്കേറ്റ് യോഗം തന്നെ റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് ഗവർണർ കടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഈ നടപടി നേരിട്ട, ഈ ഒരു ഉത്തരവ് നേരിട്ട അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടി നേരിട്ട രജിസ്ട്രാറുടെ ആ ഒരു സസ്പെൻഷൻ അത് നിലനിൽക്കുന്നതോടൊപ്പം തന്നെ അടുത്ത നടപടികളിലേക്ക്, രജിസ്ട്രാർക്കെതിരെ അടുത്ത നടപടികളിലേക്ക് കൂടി രാജ്ഭവൻ കടന്നേക്കുമെന്നുള്ള സൂചന ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. കൂടാതെ തന്നെ ഈ VC യോഗം പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷവും ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്ത ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിനെതിരെയും രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകും. റിപ്പോർട്ടിൽ അതടക്കമുള്ള കാര്യങ്ങൾ VC വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് കൂടിയാണ് താൽക്കാലിക VC സ്ഥാനത്ത് സിസ തോമസ് ഉള്ളത്. അതിനുള്ളിൽ കൃത്യമായ നടപടികളും വിവരങ്ങളും അറിയിച്ചിട്ടുണ്ട്. ആ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചുമതലകളെല്ലാം തന്നെ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥയ്ക്ക് നൽകിയതിനു ശേഷവും രജിസ്ട്രാർ ആ കസേരയിൽ തുടരുന്നതും ഒപ്പം തന്നെ ഈ സസ്പെൻഷൻ ഉത്തരവ് കൈപ്പറ്റിയതിനു ശേഷവും നിരന്തരം ഈ സർവകലാശാലയിലേക്ക് വരുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത് ചട്ടലംഘനമാണ് എന്ന് VC ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. ഇന്നും ഇതേപോലെ തന്നെ രജിസ്ട്രാർ സർവകലാശാലയിൽ എത്തിയിട്ടുണ്ട്. പ്രതിഷേധങ്ങളോ ഒക്കെ ഒരു ഭാഗത്ത് തുടരുമ്പോൾ മറുഭാഗത്ത് രജിസ്ട്രാറെ പിന്തുണയ്ക്കുന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അദ്ദേഹത്തിനെ ആനയിച്ച് ഇന്നും സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിലടക്കം കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും രാജ്ഭവൻ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേസ് കോടതി കയറി, കോടതിയിൽ നിന്നും ഹർജി രജിസ്ട്രാർ പിൻവലിച്ചൊരു സാഹചര്യം കൂടി നിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ എന്തൊക്കെ അധികാരങ്ങൾ, അതായത് 1974 സ്റ്റാറ്റ്യൂട്ട് പ്രകാരം 10-14 ആണ് കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെ ഗവർണറുടെ പരിധിയിലും ഒപ്പം തന്നെ VCയുടെ പരിധിയിൽ നിന്നും VC ഉപയോഗിച്ചതെങ്കിൽ ഇന്നിനി അത് രാജ്ഭവൻ വിനിയോഗിക്കാൻ പോകുന്നത് 7 എന്ന് പറയുന്ന 7-4, 7-3 എന്ന് പറയുന്ന അതിൻ്റെ ക്ലാസ്സുകളായിരിക്കും. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതിലെ അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്ഭവൻ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്നാലും കൃത്യമായ സ്റ്റാറ്റ്യൂട്ട് വിനിയോഗിച്ചുകൊണ്ട് കൃത്യമായ നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കാൻ പോവുകയാണ്. എന്തായാലും ഇത്രയും നാൾ കേട്ടതോ കൊണ്ടതോ ഒന്നും അല്ല. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും ഒപ്പം തന്നെ രജിസ്ട്രാർ കൂടിയായ KS അനിൽകുമാറിനും കടുത്ത നടപടികൾ നേരിടേണ്ടതായി വരും എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ രജിസ്ട്രാറുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഒരു ഭാഗത്ത് ഉയർന്നു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പുനർനിയമനം അടക്കം ഇടത് സിൻഡിക്കേറ്റ് നൽകിയതിലടക്കമുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇതടക്കം പരിശോധിച്ചുകൊണ്ടൊരു നടപടിയിലേക്കായിരിക്കും എന്തായാലും രാജ്ഭവൻ കടക്കാൻ പോകുന്നത്. എന്തായാലും തലസ്ഥാനത്ത് ഇന്നലെ രാത്രിയോടുകൂടി ഗവർണർ എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ നടപടി അദ്ദേഹം സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി, എന്തായാലും രജിസ്ട്രാറുടെ സസ്പെൻഷൻ
വീണ്ടും പ്രാബല്യത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാജ്ഭവൻ ശാലിനി പറഞ്ഞതുപോലെ വ്യക്തമായ നിലപാടും കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. അപ്പോൾ ഈ രജിസ്ട്രാർ ഇനി എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി തുടങ്ങിയോ? കാരണം ഇതിനെയൊക്കെ ഒന്ന് മറികടക്കണമല്ലോ. രാഖി, നിലവിൽ മറ്റ് നിയമ നടപടികളിലേക്കൊന്നും രജിസ്ട്രാർ കടന്നിട്ടില്ല. കാരണം ആകെ കടന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഫയൽ ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. അത് പിന്നീട് ഈ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് സിൻഡിക്കേറ്റ് ഈ നടപടി റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ, വി സിയുടെ ഈ ഉത്തരവ് റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ ആ ഹർജി സ്വമേധയെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം രജിസ്ട്രാർ KS അനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് VC ഡോക്ടർ സിസ തോമസ് ഈ ചുമതലകൾ, രജിസ്ട്രാറുടെ ചുമതലകൾ മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥയ്ക്ക്, പ്ലാനിംഗ് ബോർഡ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥയ്ക്ക് നൽകിക്കൊണ്ട് അധിക ചുമതല അവർക്ക് നൽകുകയും ചെയ്തത്. എന്തായാലും ഭരണനിർവഹണ കാര്യങ്ങൾ തടസ്സമില്ലാതെ പോകണമെന്നുള്ള നടപടിയാണ് നിലവിൽ VC സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഇനിയിപ്പോൾ ഗവർണർ ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വിഷയം വീണ്ടും കോടതി കയറുമെന്നുള്ളതിൽ സംശയമില്ല. കടുത്ത നടപടികളിലേക്കും നിയമ പ്രശ്നങ്ങളിലേക്കും ഈ കാര്യങ്ങൾ വഴിവെക്കും എന്നുള്ളതിൽ നമുക്ക് സംശയം വേണ്ട. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് തുടരുകയാണ്. ഇപ്പോൾ നാളെ മുതൽ താൽക്കാലിക VC ചുമതലയിൽ നിന്ന് സിസ തോമസ് മാറുന്നു. പഴയ VC, അവധിയിൽ പ്രവേശിച്ചിരുന്ന VC ഡോക്ടർ മോഹൻ കുന്നുമോലി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അപ്പോൾ അദ്ദേഹം എത്തി മറ്റ് നടപടികൾ കൂടി സ്വീകരിക്കും. എന്തായാലും കലുഷിതമായൊരു അന്തരീക്ഷത്തിലൂടെ കേരള സർവകലാശാല മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ മാസം 23-ാം തീയതി നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ ആധാരമെന്നുള്ളതാണ്. പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചത് ഇഷ്ടപ്പെടാത്ത രജിസ്ട്രാർ നടത്തിയിട്ടുള്ള ഇടപെടൽ, അത് വലിയ രീതിയിലുള്ള നിയമപ്രശ്നങ്ങളിലേക്കും കുരുക്കിലേക്കും ഒക്കെ രജിസ്ട്രാറെ എത്തിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അവസാനം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടി രജിസ്ട്രാറെ കൈവിടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് ഭാവി എന്താകുമെന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ചാൻസലർ കൂടിയായ ഗവർണർ അദ്ദേഹത്തിൻ്റെ പരിധിയും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ നടപടികളും നിലപാടുകളും ഇന്ന് തന്നെ സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ നിയമ പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇത് കോടതി കയറാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. രാഖി, ശരി ശാലിനി, ഞായറാഴ്ച ചേർന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കാൻ രാജ്ഭവൻ നടപടി കൈക്കൊള്ളുകയാണ്. ഇതോടുകൂടി രജിസ്ട്രാറുടെ സസ്പെൻഷൻ വീണ്ടും പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ്. രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെയും ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെതിരെയും നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. രാജ്ഭവന്റെ തീരുമാനം ഉടൻ ഉണ്ടാകും, ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.